ഇതേ മുകളിൽ തന്നെ നിക്കാഹിനുണ്ട് ഒരു ഈത്തപ്പഴവും ഒരു അണ്ടിപ്പരിപ്പും വരുന്നു. ഇതേ രൂപത്തിൽപ്പെട്ടാണ്. ഇതൊക്കെ മാമൂലാണ്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് തുടങ്ങിയ ഒരു വിധത്താണ് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി. നമ്മളൊന്നും കെട്ടിയെന്നതൊന്നുമില്ലേ. ആകെ നെയ്ച്ചോറ്റിക്ക് തന്നെ ഇപ്പൊ എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് വാങ്ങിക്കൊണ്ടിരുന്ന. പക്ഷെ നിക്കാഹിനൊന്നും അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്നുമില്ലേ. ഇപ്പൊ ചിലവര് മനസ്സിലാക്കി നിക്കാഹിന്റെ സിഹത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമാണോ എന്ന് കരുതി എത്ര പൈസ ഇല്ലെങ്കിലും ഈത്തപ്പഴം കൊണ്ടുവരും. എന്നിട്ട് സാക്ഷികൾ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ അങ്കഹത്തുക്കും കബിൽത്തും പറഞ്ഞു കഴിഞ്ഞാൽ ഈത്തപ്പഴം ഹാജറായി. പിന്നെ ഒപ്പിടാൻ ആളില്ലല്ലോ. യഥാർത്ഥത്തിൽ മഹർ വേണം, പുയ്യാപ്പള വേണം, പുജണ്ണ് വേണം. ഇതൊക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. മഹർ വേണം, രണ്ട് സാക്ഷികളും വേണം. ആ സാക്ഷികളാണിത്. ആ സാക്ഷികൾ ഒപ്പിടുന്നതിന് മുമ്പ് നിങ്ങൾ ഈത്തപ്പഴം കൊണ്ടുവരാനായോ? എന്നാ പിന്നെ അങ്കഹത്തും അല്ലെങ്കിൽ മുമ്പനെ കൊടുത്തുവിടേനോ? അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു സന്തോഷത്തിന് വേണ്ടി കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരാളും അങ്ങനെ ചെയ്യാൻ പാടില്ല. സാക്ഷികൾ എന്ന് പറയുമ്പോൾ, സാക്ഷികൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സാക്ഷികളാണ് അവരൊക്കെ. ഏറ്റവും നല്ല മനുഷ്യനാണ് കണ്ണ് കാണാത്ത ആൾ. കണ്ണ് കാണാത്ത ആളാണ് ഏറ്റവും നല്ല മനുഷ്യൻ. കാരണം മൂപ്പര് കണ്ണുകൊണ്ടൊരു തെറ്റും ചെയ്തില്ലല്ലോ. കണ്ണുകൊണ്ടാണ് എല്ലാ തെറ്റുകളും ചെയ്യാൻ തുടക്കമുണ്ടാകുന്ന ഒരു അവയവം കണ്ണാണ്. കണ്ണാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സഹോദരിയെ നമ്മൾ കാണുമ്പോഴാണ് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ആലോചിക്കുക. പക്ഷെ കണ്ണ് കാണാത്ത ഒരാൾ കാണാത്തത് കൊണ്ട് ഓൻ അങ്ങനത്തെ കാര്യങ്ങൾ ആലോചിക്കാനില്ല. ഓന്റെ ഭാര്യയുടെ നിറം എന്താണെന്ന് അവൻ അറിയില്ല. ഓന്റെ ഉമ്മന്റെ കോലം എങ്ങനെയാണെന്ന് ഓൻ അറിയൂല. ഉപ്പന്റെ കോലം എങ്ങനെയാണെന്ന് അറിയൂല. ഈ ദുനിയാവ് എങ്ങനെയാന്ന് ഓൻ അറിയൂല. ഈ സ്റ്റേജ് എങ്ങനെയാണെന്ന് ഓൻ അറിയൂല. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ നിറം എന്താണെന്ന് വെളുപ്പെന്ന് പറയണമെങ്കിൽ കറുപ്പ് തിരിയണ്ടേ, എന്തെങ്കിലും വെളുപ്പ് പറഞ്ഞു കൊടുക്കുക, ഒന്നും ഓൻ അറിയൂല. അപ്പൊ ഒരു മനുഷ്യൻ കണ്ണ് കാണാത്ത ഒരാള് ഓനാണ് നല്ല മനുഷ്യൻ. എന്നാൽ നിക്കാഹിന് സാക്ഷിയാവാൻ കണ്ണ് കാണാത്ത ആളെ പറ്റൂല. നിക്കാഹിന് ഒരാൾ കൊണ്ടുവരികയാണ്, ഞാൻ കണ്ണ് കാണാത്ത ഒരാൾ നല്ല മനുഷ്യനാണ്, ഓനെന്നെ ആയിക്കോട്ടെ, ഞാനിപ്പോൾ ഏതായാലും നിക്കാഹ് ചൊല്ലാൻ വേണ്ടി വലിയൊരു തങ്ങൾപ്പാപ്പാനെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിക്കാഹ് ചൊല്ലിക്കൊടുത്ത ആള് വലിയ ആളായി. പിന്നെ ഞാൻ കല്യാണം കഴിച്ച് നല്ലൊരു മൂലേരെ മകളെയാണ്, കെട്ടുന്നത് നല്ലൊരു മൂലേരുമാണ്, ഒക്കെ ഓക്കെയാണ്, നല്ലൊരു ഹാഫിളാണ്, ആലിമാണ്, 150 കുട്ടികൾക്ക് ദർസ് എടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരാൾക്ക് എല്ലാവർക്കും എല്ലാം ഉഷാറാണ്. പക്ഷെ സാക്ഷിക്ക് വേണ്ടി നോക്കുമ്പോ പിന്നെ അങ്ങനത്തെ പറ്റിയ ആളുകളില്ലാത്തതുകൊണ്ട് കണ്ണ് കാണാത്ത ഒരാളെ കൊണ്ടുവന്നു. പറ്റൂല. നിക്കാഹിന് സാക്ഷിയാവാൻ, നിക്കാഹിന് സാക്ഷിയാവണമെങ്കിൽ ചുണ്ടനങ്ങുന്നത് കാണണമെന്നാ. ചുണ്ടനങ്ങുന്നത് അങ്കഹത്തുക ബിന്തി എന്നും ഖബിൽതു എന്നും പറയുമ്പോ ആ ചുണ്ടനങ്ങിയത് സാക്ഷികൾ കാണണമെന്നാ. ഇത് നമ്മളെ നാട്ടിൽ എന്താ ചെയ്യല്? എളാപ്പാനെ അല്ലെങ്കിൽ അമ്മോനെ കൊണ്ടുവരും. ഓ ചോറ് വിളമ്പുന്നിടത്തേക്കാരോ ഓനെ പിടിച്ചു കൊണ്ടുവരാൻ. ഇവിടേക്ക് മഹറൊക്കെ അമ്മോന്റെ കയ്യിൽ തന്നെ കൊടുത്തെങ്കിലേ മഹർ സഹിയാവുള്ളൂ. അങ്ങനെ ഒരു റിവായത്തുണ്ട്. അത് എവിടെയെന്ന് ചോദിക്കണ്ട, എവിടെയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞോട് തന്നെ പറയാൻ പറ്റുള്ളൂ. അമ്മോന്റെ കയ്യിലേക്കാരം. ഇപ്പൊ അടുത്തൊരു നിക്കാഹ് ഉണ്ടായിരുന്നു. ആ നിക്കാഹിന് അമ്മോനെ ഉള്ളപ്പോ ആരോ കയ്യിലാണ്. കുറച്ചു നേരം കാത്തുനിന്ന് ഞാൻ പറഞ്ഞ് നിക്കാഹിന് മഹറിന്റെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ വെറുതെയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മഹരി എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ മബുലക എത്ര ഉണ്ട് ഇപ്പൊ പറഞ്ഞ് ഇപ്പൊ നിക്കാഹ് കഴിച്ചു. പിന്നെ ഞങ്ങൾ അമ്മോനും ഉണ്ടാവില്ല, അളാപ്പിണ വേഗം വിളിച്ചു നോക്കിയാണ് അല്ലേ. പിന്നെ വേറെ ഒരുമാലൊക്കെ ഉണ്ടാവും കുടുംബത്തിൽ, അത് നമ്മൾ നോക്കണ്ടല്ലോ. നമ്മള് അത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം അടുത്ത നിക്കാഹിന് പോകാൻ നേരം പോകുമ്പോ അവിടുത്തെ ആളുകൾ നമ്മളെ പ്രായിക്കൊണ്ടിരിക്കും. അത് ഇവിടെ മാത്രമേ ഉള്ളൂ. എറണാകുളം കൊല്ലത്തോ ഒന്നും ചെന്നാല് മഹർ മുമ്പിൽ വെക്കൂല. അതിന്റെ എത്രയാണ് മഹർ വെച്ചെങ്കിൽ 18 ഗ്രാമാണ് 18 ഗ്രാം, 25 ഗ്രാമാണ് 25 ഗ്രാം, 50 ഗ്രാമാണെങ്കിൽ 50 ഗ്രാമാണ് പറയുള്ളൂ. അത്രേ ഉള്ളൂ.
അപ്പൊ അതുകൊണ്ട് ഞമ്മക്കാണെങ്കിലോ ഈ പെട്ടി ഇങ്ങോട്ട് കാണാൻ ഞാൻ ഒരു സുഖം കിട്ടൂല. ഈ പെട്ടി ഇങ്ങോട്ട് കാണണം എന്നെങ്കിലേ ഞമ്മക്ക് കിട്ടുള്ളൂ. പക്ഷെ ഇതിപ്പോ സ്വർണ്ണന്ന് ആരെ പറഞ്ഞ്? ഇത് കൊണ്ടെന്ന് വെച്ചോണ്ട് വലിയ കാര്യമില്ലേ. ഈ കൊണ്ടെന്ന് വെച്ചത് സ്വർണ്ണന്ന് ആരെ പറഞ്ഞ്? കൊണ്ടെന്നോ തന്നെ പറയല്ലേ. അത് നാളെ ചങ്ങായി പറഞ്ഞു എന്റെ കാക്ക അല്ല പാട്ടുകാരനാണ്. ആരെ പറഞ്ഞ? കാക്കന്നെ പറഞ്ഞാണ്. അപ്പൊ എന്ന മാതിരി പറയാൻ പറ്റൂല എന്ന് കരുതിയിട്ടാണ് നമ്മൾ പാട്ട് പാടുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഓരോ ജഡ്ജസ്മിനെ ഇവിടെ നിയമിക്കണം. നാളെ പരിപാടി നടക്കുമ്പോ മറ്റേ ഓന്റെ ഉഷാറിൽ ഓൻ തന്നെ ഉഷാറ്, ഓൻ മോശാന്ന് കരുതിയിട്ട് ആരും ഇവിടെ വരുന്നുണ്ടാവൂല. അപ്പൊ അത്രയും ഒരു പ്രാധാന്യമുള്ള ഒന്നാണ് ഈ നിക്കാഹിന്റെ സാക്ഷികൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് അതിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈത്തപ്പഴം കൊടുത്ത് ആ സഭ ബസളാക്കരുത്, ഇല്ലെങ്കിൽ പുറത്തം പിടിക്കുന്ന സാദർഭികമായി കൊടുക്കുകയാണ്. ഇപ്പൊ ചോറിന്റെ പൊതി വന്നല്ലോ ഇവിടെ. കാരണം ഇനി അടുത്ത പരിപാടി അതാണ്, ചോറിന്റെ പൊതിയാണ്. ഞാൻ ഉള്ളിടത്തൊന്നും ചോറിന്റെ പൊതി ഞാൻ കൊടുക്കാനായിക്കൂല. ഏതായാലും പുത്തമ്പള്ളിക്കത്തെ നീർച്ചന്റെ തിരക്കൊന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഭക്ഷണം വാങ്ങിയിട്ട് സൗകര്യം വാങ്ങിയാൽ മതി. ഇല്ലെങ്കിൽ ബാക്കി ഞങ്ങൾ സംഘാടകരാണ് ഓരിച്ച് കൊണ്ടേക്കൊണ്ടെന്നാ നാളെ ചോറൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇനി ഞാൻ 10 സ്വലാത്ത് ചൊല്ലി നമ്മൾ നിർത്തുകയാണ്. ദീർഘമായി ഒന്നും പറയുന്നില്ല സംഗതി. അൽഹംദുലില്ലാഹ്. അല്ലാഹു അതുകൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഒന്നും ഒരു മാമൂലുകളായി മാറരുത്. എല്ലാം മാമൂലാണ്, എല്ലാ സംഗതി അങ്ങനെ തന്നെയാണ്. ഒന്നെന്ന് മാത്രമല്ല, മുടിയളിച്ചിലെ മാമൂല. ഇവിടെ എല്ലാവരും മുടി അളിഞ്ഞിട്ടുണ്ടാവും പുസ്തകത്തിന്. അതിന്റെ കടം 3 പ്രസവിച്ചപ്പോൾ 1ാമത്തിന്റെ കടം തീർന്നിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കൈപൊക്കാൻ പറയും. ഞാൻ ഈ പറഞ്ഞ സംഗതി ഒക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കൈപൊക്കണം. അപ്പൊ ചില മൂലർക്ക് അങ്ങ് ബുദ്ധിമുട്ടാണ്. വേണ്ട, വാട്സപ്പിൽ പൊക്കണായാലും പൊക്കിയാൽ മതി. പൊക്കണ്ട, വാട്സപ്പിൽ പൊക്കണായാലും പൊക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒന്നാമത്തെ ഇപ്പൊ 2 പ്രസവം 3 പ്രസവം കഴിഞ്ഞ ആളുകൾ 1ാമത്തെ കുട്ടിക്ക് മുടിയളിഞ്ഞ ആ കന്ന് വാങ്ങിയ കടം തീരാത്ത ആളുകൾ ഇവിടെ ഉണ്ട്. ചില ആളുകളെ നെറ്റിമക്ക് നോക്കിയിട്ട് ഇങ്ങനെ അറിയാം ഇപ്പോഴും ആ കടം തീരാത്ത ആളുകളുണ്ട്. ഉസ്താദ് ഇത് വരക്കണം കേട്ടോ. എന്തിനാ വരക്കണ്ടേ? ഞാൻ മുടിയളിച്ചലിന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണ്. ഇപ്പൊ എന്നോട് കഴിഞ്ഞ ആഴ്ചയിൽ ഒരാള് വീടില്ലാറ്റ് വളരെ പ്രയാസപ്പെട്ടൊരു കുടുംബമാണ്. എത്രത്തോളം പറഞ്ഞാൽ കോവിഡ് സമയത്ത് ഈ ഓൺലൈൻ ക്ലാസ്സുകളായപ്പോ പഴയ ഫീസ് കൊടുക്കാത്തത് കൊണ്ടും പുതിയ ഫീസ് കോവിഡ് സമയത്ത് ഓൺലൈൻ ക്ലാസ് ആയപ്പോഴും ഫീസ് കുറച്ചൊക്കെ അടക്കണം. ഇത് അടക്കാൻ കഴിയാത്തത് കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടി ഫേസ്ബുക്കിലാണ് ഇട്ടു. ആ കുട്ടിനെ പിന്നെ ക്ലാസ്സിലിരുത്തൂല, ഓൺലൈൻ ക്ലാസ്സിലിരുത്തൂല. ഓൺലൈൻ ക്ലാസ്സിൽ ഇരുത്താതെ ഇരുന്നപ്പോ വലിയ പ്രയാസം തന്നെയാണല്ലോ. ആ കുട്ടിക്ക് ഭയങ്കര സങ്കടമായി. ഫീസ് അടക്കാൻ കഴിയാത്തതുകൊണ്ട് പഴയതുകൊണ്ട് പുതിയതുകൊണ്ട് വാടകക്ക് 10,000 റുപ്യ വാടക കൊടുക്കണം എല്ലാ മാസവും. പിന്നെ പഴയ ഫീസും പുതിയ ഫീസും എങ്ങനെ കൊടുക്കും? ഇങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്തു? ഇത് ഫേസ്ബുക്കിൽ ഫീസ് അടക്കാൻ കായില്ല എന്നും പറഞ്ഞിട്ട് ഇതിന്റെ സങ്കടങ്ങളൊക്കെ എഴുതിയിട്ട് ഫേസ്ബുക്കിലാണ് ഇട്ടു. ഫേസ്ബുക്കിൽ ഇട്ടപ്പോ എനിക്ക് വേറൊരാളെ അയച്ചു തന്നത്, എവിടുന്നെങ്കിലൊക്കെ വല്ല പൈസ ഒപ്പിച്ചിട്ട് കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി ഞാൻ ആ നമ്പർക്ക് വിളിച്ചു. ആ നമ്പർക്ക് ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അവർക്കുള്ള ക്ലാസ് കയറാനുള്ള ഫീസ് ഞാൻ അടച്ചു. ഞാൻ ഓൺലൈനിൽ പറഞ്ഞപ്പോ പൈസ തന്ന് 1-2 ആളുകൾ പൈസ തന്നു. അങ്ങനെ അത് അടച്ചു. അങ്ങനെ അടച്ച് ഇപ്പോ അവരൊരു വീടൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ വീണ്ടും വിളിച്ചപ്പോ ആ വീട് വെച്ച സഹോദരിയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കട എത്ര ഉണ്ട് ഇപ്പോ? പിന്നെ ആ കുടുംബം നമ്മോട് വലിയ ബന്ധമായി. കടം എത്ര ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ മാസം 25,000 റുപ്യ അടക്കണം. അടച്ചാൽ 2,200 റുപ്യ 2,500 റുപ്യന്റെ ഉള്ളിൽ മാത്രമാണ് മുതലിലേക്ക് കയറുള്ളൂ. ഞാൻ നെട്ടിപ്പോയി. പിന്നെ ഞാൻ ചോദിച്ചു, ഞാൻ കേട്ടത് പേവാണോ എന്ന്. പിന്നെ ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, 2,200 2,500ന്റെ ഉള്ളിൽ മാത്രമേ മുതലിലേക്ക് കയറുള്ളൂ. അപ്പൊ കണക്കൂട്ടി നോക്കുമ്പോ ഒന്ന് കണക്കൂട്ടി വെക്കണേ, നിങ്ങൾ എത്ര മാസം വേണം? 2,500 വെച്ചിട്ട് കടം നോക്കാം, 80 മാസം. എത്ര
എത്ര 30 വർഷത്തെ ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ ഡ്രൈവറോട് കണക്കൂട്ടിച്ച് എൻ്റെ ഒപ്പമുള്ള ഖാദിമിനോട് പറഞ്ഞു, എടാ ഒന്ന് കണക്കൂട്ടി വെക്കുക. അപ്പൊ ഇവരെ കടം വീടാൻ ഞാൻ കണക്കൂട്ടി വെക്കുമ്പോ 30 കൊല്ലം പിടിക്കും. 30 കൊല്ലം പിടിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ അപ്പൊ നിങ്ങളെ ഭർത്താവിന് എന്നാ നാട്ടിലേക്ക് വരിക? ഭർത്താവിലേക്ക് നാട്ടിലേക്ക് വരണമെങ്കിൽ 4 മാസം നിൽക്കണമെങ്കിൽ 1 ലക്ഷം രൂപ നേരത്തെ അതിനുള്ള പൈസ ഇവിടെ എന്ത് ചെയ്യണം? കാണണം. എന്നിട്ട് വേണം നാട്ടിലേക്ക് പോരാൻ. അപ്പൊ ഞാൻ തമാശയിൽ പറഞ്ഞാണ്, നബിനെ മൂപ്പര് അവിടെ വേറൊരു കല്യാണം കഴിച്ചോട്ടെ, നിങ്ങൾ ഇവിടെ വേറെയും ഒരു പുതിയാപ്പളും തെരഞ്ഞോളി. കാരണം നാട്ടിലേക്ക് പോരാൻ ഈ കുടുംബത്തിന് കഴിയൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, ഞാൻ അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങളത് വിൽക്ക്. വിറ്റ് കഴിഞ്ഞാൽ 10-75 ലക്ഷം ഉറുപ്പ്യൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. നല്ല വിലയുള്ള സ്ഥലമാണ്. അങ്ങനെ വിറ്റ് എവിടെങ്കിലൊക്കെ വില കുറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങോട്ട് വാവോ, എന്നിട്ട് അവിടെ ഇൻഷാ അല്ലാഹ് ഈ കടക്ക വീട്ടിന്റെ ശേഷം ഒരു സുന്ദരമായ വീട് ഒക്കെ മാന്യമായ രൂപത്തിൽ വെച്ചാൽ തന്നെ ഒരു 10 ലക്ഷം ഉറുപ്പ്യൊക്കെ അവർക്ക് ബാക്കി ഉണ്ടാവും. ഞാൻ പറഞ്ഞു, ആ 10 ലക്ഷം ഉറുപ്പ്യ കൊണ്ട് സമാധാനത്തോടു കൂടെ ചെമ്പല്ലി മാങ്ങി തിന്നൊന്ന് കടന്നുറങ്ങിയാണ്. അല്ല, നിങ്ങളോടാകുമ്പോൾ അതാ നല്ലത് പറയാം. കാരണം മീനിന്റെ ടീമാങ്ങൾ മറിഞ്ഞാലും തിരിഞ്ഞാലും ഒളിയെ തന്നെ മീൻ അറക്കണം എന്നില്ലോടത്ത പങ്കളില് എന്നാ മൊത്തങ്ങൾ 60,000 അങ്ങനെ ഒരു മസാല ഇല്ലാത്തോണ്ട് നന്നായി. മൊത്തം നിങ്ങൾ മീനിനെ പിടിച്ചറക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ എത്രയാണ്? അപ്പൊ എന്നാൽ ഇതിന് തയ്യാറാവൂല. ഇത് വിറ്റ് എല്ലാവർക്കും ടൗണിൽ ജീവിക്കണം. ഇപ്പൊ ഈ കടലുണ്ട്, ഇപ്പൊ ഈ മണ്ണൂര്, ഈ വളവിൽ ഇവിടെ എത്ര സെന്റിന് 5 ലക്ഷം 10 ലക്ഷം ഒക്കെ എത്ര? 5 വേണ്ടിയില്ല, എന്തായാലും 5 കിട്ടുവോ? പ്രയാസ. അതിന് വിൽക്കാൻ സ്ഥലം വേണ്ട. ആദ്യം 5 ലക്ഷം ഉറുപ്പ്യ ഇവിടെ വേണമെങ്കിൽ 5 സെന്റ് സ്ഥലം എടുക്കണമെങ്കിൽ 25 ലക്ഷം ഉറുപ്പ്യായി. പിന്നെ 1000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു പുരണ്ടാക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 13 ലക്ഷം ഉറുപ്പ്യെങ്കിലും വേണം. LED ബൾബും ജിപ്സം വർക്കും അല്ലാതെ ഒന്നും ഞാൻ കൂട്ടാതെയാ പറഞ്ഞത്. അത് കൂട്ടിയാൽ പിന്നെയും കൂടും. അപ്പം 25 ലക്ഷം 35 ലക്ഷം 38 ലക്ഷം കുടിരിക്കലും കൂടി കഴിയുമ്പോൾ 40 ലക്ഷമായി. ഈ 40 ലക്ഷം ഉറുപ്പ്യ എന്ന കടം വീടുക. 40 ലക്ഷം ഉറുപ്പ്യ എന്ന് കടം വീടും. ഈ 700 രൂപക്കും 1000 രൂപക്കും ഡെയിലി അധ്വാനിച്ചിട്ട് വേണ്ടേ? ഒരു ദിവസം കൂലിപ്പണിക്ക് പോയാൽ 1000 ഉറുപ്പ്യ കിട്ടും, ഇല്ലെങ്കിൽ 700 കിട്ടും, ഇല്ലെങ്കിൽ 800 കിട്ടും. ഈ 700 ഉറുപ്പ്യ 800 ഉറുപ്പ്യ കിട്ടി ആഴ്ചയിൽ 1-2 ലീവും കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാകുക? ഇനിയിപ്പൊ 5-ാമത്തെ സ്ഥിതിക്ക് കഴിഞ്ഞാൽ തന്നെ നമ്മളെ കയ്യിൽ ഒറ്റ പൈസ ഉണ്ടാവില്ല. കാരണം ഇപ്പൊ ഒളിയത്തിന്റെ ഇറച്ചി ഉണ്ടായതുകൊണ്ട് ഈ 2-3 ദിവസം അങ്ങനെ പോകും മീൻ വാങ്ങാതെ. അപ്പൊ ഇതൊക്കെ ഇത്രയും കടമുള്ള ഒരാളാണെങ്കിൽ, ഇത് ഞാൻ ഒരു കുടുംബത്തിന്റെ കഥ പറഞ്ഞാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ ഓരോ കഥ പറയാനുണ്ടാവും. നിങ്ങൾ ഇവിടുന്ന് ആരോടെങ്കിലും ഇങ്ങോട്ട് പോകുമ്പോ പറഞ്ഞെന്നാ അടുത്ത സ്ഥലത്ത് നിനക്ക് പറയാം. നാടൊന്നും പറയൂല. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനെ, കടമില്ലാതെ ജീവിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. എനിക്ക് നിങ്ങളോട് അത്രേ പറയാനുള്ളൂ. കൂടുതൽ വയലൊന്നും നിങ്ങളോട് ഞാൻ പറയണില്ല. വയലൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പറയിപ്പോ വയലൊക്കെ. ഇപ്പൊ വയലൊന്നും ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആളുകളൊന്നും വല്ലാതെ വരാത്തത്. വയലൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുള്ളത്, കടത്തോടു കൂടെ മരിക്കാൻ പാടില്ല. കടം വലിയ പ്രയാസമുള്ള കാര്യമാണ്. ആരാണ് ഈ കടം വീട്ടുക? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മക്കള് ഈ മയ്യത്ത് മുമ്പിൽ വെച്ചിട്ട് ഒരു വർത്താനമുണ്ട്. എന്താണ് വർത്താനം? ഈ കിടക്കുന്ന ജനാസ അബൂബക്കർ ഹാജിയുടെ ജനാസയാണ്, ഇല്ലെങ്കിൽ ഫാത്തിമ ഹജ്ജുമയുടെ ജനാസയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും ഈ ഒരു അവസ്ഥ വരാനുണ്ടെന്ന് മനസ്സിലാക്കി സാമ്പത്തികമായി വല്ല ഇടപാടുമുണ്ടെങ്കിൽ മകൻ പോക്കരുമായി ബന്ധപ്പെടേണ്ടതാണ്. നിങ്ങളെ പറയല്ലേ? രണ്ടാമത് പറയും, വാക്ക് സംബന്ധമായ വല്ലതും ഉണ്ടെങ്കിൽ അത് നിങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പരലോക ഗുണത്തിന് വേണ്ടി നിങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കണം. ഇത് മൂലേര് പറയും ചെയ്യും, നിങ്ങൾ കേൾക്കുകയും ചെയ്യും. നിങ്ങൾ ഏതെങ്കിലും മയ്യത്തിന്റെ മുമ്പിൽ നിന്നിട്ട് ഞാൻ ഓന് പൊരുത്തപ്പെട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിക്കണേ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ അതിന് കളവ് പറയണ്ട. ഏതെങ്കിലും ഒരു മയ്യത്തിന് അങ്ങനെ ഒരു മൂലേര് പറയുമ്പോ ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? പൊരുത്തപ്പെട്ട് കൊടുത്തു എന്ന് പറയണം. അല്ല കേട്ടോണ്ടെന്ന കാര്യം, കേട്ട സംഗതിയൊക്കെ ഇവിടെ നടക്കാൻ കഴിയൂ? നമ്മളെ നിക്കാഹ് നടത്തിയപ്പോ നമ്മളെ അമ്മോശാക്ക ഭാര്യയുടെ ഒപ്പ അങ്കഹത്തുക ബിന്തി ഫാത്തിമ, എന്റെ മകൾ ഫാത്തിമ എന്നവളെ ഞാൻ അന്നെ ഏൽപ്പിച്ചു തന്നു, ഇണയാക്കി തന്നു, കൂട്ടിച്ചേർത്ത് തന്നു എന്ന് പറയുമ്പോ
നമ്മൾ അയാളെ മൂത്ത് നോക്കിക്കാൻ നിന്നാ എങ്ങനെ ഉണ്ടാവും? തൽക്കാലം പുതുക്കിറങ്ങോ? പറഞ്ഞൂല. കേട്ടിങ്ങനെ നിൽക്കുക ഒരാള്. അമ്മോസാക്കാന്റെ ചൊറുക്കും മൂപ്പര മീശക്കിന്റെ വണ്ണൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നാൽ തൽക്കാലം കൊണ്ടുവരാൻ പറ്റുമോ? ഫാത്തിമാനെ കൊണ്ടുവരാൻ പറ്റൂല. ഫാത്തിമയെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ പറയണം ഖബിൽതു മിൻക നിക്കാഹ, നിങ്ങൾ ചേർത്തി തന്നതിനെ, നിങ്ങൾ കൂട്ടിത്തന്നതിനെ, നിങ്ങൾ ഇണയാക്കി തന്ന ഫാത്തിമയെ ഞാൻ സ്വീകരിച്ചു എന്ന് പറയും. ഇതാണ് കബൂല് എന്ന് പറയുന്നത്. ഈജാബും കബൂലും ഇതാണ്. നമ്മളൊരു സ്വത്ത് വാങ്ങി, ആ സ്വത്ത് വാങ്ങിയാൽ ആ സ്വത്ത് ഞാൻ നിനക്ക് വിറ്റു, ഞാൻ അത് സ്വീകരിച്ചു, രണ്ടും പറയണം. അല്ലാതെ ആധാരം എഴുതിയാൻ പോകുന്നുണ്ടെന്ന ഒരു കാര്യമില്ലേ? ആധാരം. അതുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യുന്ന രജിസ്ട്രാള് ആ ഒരു ഉയർന്ന കസാല ഇരുന്നിട്ട് ഓടി ചോദിക്കും, ഒക്കെ വായിച്ച് കേട്ടില്ലേ? നിങ്ങൾ അപ്പോഴും കളവാ പറയാ. എവിടെ കേൾക്കണേ? ഓല പണിയാണ്. ഓല് പടച്ചോനെടുത്ത് എന്ത് ചെയ്യും? ഓല് മസാല പഠിച്ചിങ്ങനെ, ഓല് മസാല പഠിച്ചുകൊണ്ട് ഒക്കെ വായിച്ചൊക്കെ കേട്ടില്ലേ വെക്കും. പൈസ ഒക്കെ കിട്ടിയില്ലേ? ഒക്കെ റെഡി തന്നെയല്ലേ വെക്കും. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ മഹാനവറുകള് മീൻകാരത്ത് നിന്ന് മീൻ വാങ്ങിക്കഴിഞ്ഞാൽ പറയുമത്രേ, 10 രൂപയ്ക്ക് മീൻ വാങ്ങിയാൽ 10 രൂപയും കൊടുത്താൽ ഉടനെ ചോദിക്കും എന്ത്? സുബ്ഹാനല്ലാഹ്, പൊരുത്തപ്പെട്ടില്ലേ 10 രൂപയ്ക്ക്? അൽഹംദുലില്ലാഹ്. നമ്മള് മാക്സിമം തർക്കിച്ച് പിരായി പറഞ്ഞാ കൊണ്ടുവരാ. പിന്നെ ഓനോട് പൊരുത്തപ്പെടിച്ചെന്ന് അങ്ങനെ ഉണ്ടാവും. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ വക ഒരു 4 നമ്മൾ തിന്നും ചെയ്യും. ഒരു ചിപ്സ് വാങ്ങാൻ പോയാൽ ആകെ 500 വാങ്ങുക, 250 അവിടെ നിന്നിട്ടുണ്ടാവും. സാമ്പിളൊക്കെയാണ് അല്ലേ? ചില ആളുകളൊന്നും അലുവ വാങ്ങേണ്ട ആവശ്യമില്ല. നേർച്ചക്ക് പോയാൽ ഒരു തലക്കെന്ന് ഇങ്ങനെ സാമ്പിളൊക്കെയാൽ മതി. അപ്പൊ കറുത്തലവും ചോന്തലവും എല്ലാം തിന്നാ. ഇത് ഓൻ പൊരുത്തപ്പെടുക്കണം. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇതുകൊണ്ടാണ് നമ്മളെ ദുആ അല്ലാഹു കബൂലാക്കാതെ. തിരിച്ചിങ്ങോട്ടും. പിന്നെ ഓന് പള്ളറിഞ്ഞ് ചോറന്നെ വേണ്ട. അതുപോലെ സെന്റ് അച്ചവടക്കാരത്ത് എന്നിട്ട് എല്ലാ സെന്റും ചെന്നിട്ട് ഇങ്ങനെ തേച്ചിങ്ങനെ പോരാ ജുമാന്റെ മുമ്പേ. അൽഹംദുലില്ലാഹ്, റാഹത്തായി. ഇന്നത്തെ സെന്റ് റാഹത്തായി. പിന്നെ തിരിച്ചു പോരുമ്പോ പിന്നെയും ഞാൻ വാസന പോയിക്കണമെങ്കിൽ പിന്നെയും സെന്റ് വാങ്ങി പോരാ. ഇവന്റെ മനസ്സിലെന്താ പറയുക? ഇതൊക്കെ തേച്ച് കൊടുത്തിട്ടും ഒരു 100 രൂപയ്ക്ക് ഈ ഹമക്ക് സെന്റ് വാങ്ങിയില്ല എന്നാണ് ഓന്റെ അർത്ഥം. ഓൻ പറയണ മനസ്സിലാതാണ്. നല്ലൊരു മനുഷ്യൻ, എന്റെ സെന്റ് കൊണ്ട് എല്ലാവരും വാസനയൊക്കെ കേട്ട് ആ സുന്നത്തൊക്കെ എടുത്ത് പോയ നല്ല ഒരു ആചാരാണ് പോണ. അള്ളാഹു അദ്ദേഹത്തിന് നല്ല ബർക്കത്ത് കൊടുക്കട്ടെ. ആ സെന്റ് കച്ചവടക്കാരെ പറയൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ മോശമാണ്. ഞാൻ എന്നെ പറ്റിയാ പറയണ കുട്ടികൾ, നിങ്ങളൊക്കെ ഉഷാറായിക്കണേ. ചിലപ്പോ ഞാൻ എന്നെ പറ്റി പറയാം. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനെ, നമ്മള് ലുഖ്മത്ത് ഹലാലായെങ്കിലാണ് അള്ളാഹു ദുആ കബൂലാകുള്ളൂ. ലുഖ്മത്ത് ഹലാലാണ്, കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ പ്രധാനപ്പെട്ട ദിവസവും നമ്മളിത് ചെയ്യേണ്ട കാര്യം ഒക്കെ ഒരു മാമൂലകളാക്കി മാറ്റാൻ പാടില്ല. പൊരുത്തപ്പെടിക്കേണ്ട സംഗതികളൊക്കെ പൊരുത്തപ്പെടിക്കണം. കടം നിങ്ങൾ മാക്സിമം ഉണ്ടാക്കരുത്. കടമില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഇന്ന് അത് എല്ലാ ആളുകൾക്കും വലിയ കയറ്റി കടത്തിൽപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടുമ്പോ വലിയ അടങ്ങാറായി. 20 രൂപ കടാവില്ല. ഞാൻ ആർക്കും കൊടുക്കാനില്ല. ചിലവർക്ക് നമ്മള് വാങ്ങിയാണ്ടൊക്കെ തരാത്തോലൊക്കെ ഉണ്ടാവും. നാളെ തരാന്നൊക്കെ പിന്നെ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കും. അങ്ങനത്തെ ടീമൊക്കെ ഉണ്ടാവും. അല്ലാത്ത ഒരു ഇതുമില്ല. നിങ്ങളൊന്ന് പറഞ്ഞാൽ എങ്ങനെ കടമില്ലാത്ത ആളുകൾ എത്ര ഉണ്ട്? കൈപ്പൊക്കാൻ പറഞ്ഞ എത്ര ആളുണ്ടാവും? പറയണ്ട. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനെ, നമ്മള് കടമില്ലാതെ ജീവിക്കാൻ വേണ്ടി ശ്രമം നടത്തുക. ആവശ്യമില്ലാത്ത കുറെ മാമൂലുകളുടെ പിന്നാലെ ഓടി സുബ്ഹാനല്ലാഹ് പൈസ കടാക്കി മരിക്കരുത്. അപ്പൊ ആ മയ്യത്ത് മുമ്പിൽ വെച്ച് പറയുമ്പോ ഇതൊന്നും പൊരുത്തപ്പെടുന്നില്ല. സാമ്പത്തികമായി വല്ല ഇടപാടുണ്ടെങ്കിൽ, ഞാനിപ്പോ ഇന്നും മയ്യത്ത് നിസ്കരിച്ച ആളാ രാവിലെ, അപ്പോഴൊക്കെ അവിടെയൊക്കെ പറയേണ്ടത്. അങ്ങനെ പറയുമ്പോ ഞാൻ എന്റെ മനസ്സിലിങ്ങനെ ചെറിയ എത്ത് പറയണ പോലെ, അങ്ങനെ പറയണ പോലെ, മറ്റേ അങ്ങനെ കേൾക്കണേ. പക്ഷെ ഞാൻ മയ്യത്ത് എടുത്തപ്പോ ഞാൻ അവിടുന്ന് പറഞ്ഞു, ദ്വേർക്കാൻ വേണ്ടി പൊരീക്ക് പോയപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങളിത് കേട്ടാ പോരട്ടോ, പൊരുത്തപ്പെടണം. ഒരു പെണ്ണായിരുന്നു മരിച്ചിരുന്നത്. അപ്പൊ ആ പെണ്ണുങ്ങളൊക്കെ കുറെ പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ അവിടെ. ആ പെണ്ണുങ്ങളായിട്ടാണ് അധികം കച്ചവടം ഉണ്ടാവുക. അപ്പൊ ആ പെണ്ണുങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, ഇത് ഉമ്മാനെ മയ്യത്തെടുക്കാൻ പോവാണ്, നിങ്ങൾ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത് സംഗതി കഴിഞ്ഞു പോയി. അപ്പൊ അതുകൊണ്ട് നിങ്ങള് ഉമ്മാക്ക് മരുമകളോട്, ഞാൻ പറഞ്ഞു മരുക്കളോടും പേരക്കുട്ടികളോടും ഒക്കെ മക്കളോടും ഒക്കെ എനിക്ക് പറയാനുള്ള സംഗതി ഇതാണ് എന്ന് പറഞ്ഞു. ഇതേ മോഡൽ എനിക്കറിയാം ഒരു ജ്യേഷ്ഠനാണ്, നമ്മൾ നല്ല കച്ചറയും കുലുമാലുമാണ്. ഓലെ കേസ് മുഴുവൻ എനിക്ക് അറിഞ്ഞാണ്.
പക്ഷെ ജ്യേഷ്ഠൻ മരിച്ചപ്പോ 5 ഉണ്ട് അവിടെ. ഞാൻ ആ ദ്വാരക്കണിന് മുമ്പ് ഞാൻ അവിടുന്ന് ഈ വിഷയം പറഞ്ഞപ്പോ പൊട്ടിക്കരയാണ്. ചിലപ്പോ 5 ചിലപ്പോ പറ്റാത്ത കാക്ക പറഞ്ഞിട്ടുണ്ടാവും, കാക്കാക്ക് പറ്റാത്ത അന്ത്രവും പറഞ്ഞിട്ടുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന ഇയാൾ പൊട്ടിക്കരയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് അവിടുന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ആ പറഞ്ഞ് നന്നായിട്ടോ, ഓന് നല്ല റാഹത്തായി, കാരണം ഓന്റെ മനസ്സെന്ന് അതാണ്ട് പോയി നിങ്ങൾ ആ പറയലോട് കൂടെ. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനെ, നമ്മൾ ഈ രൂപത്തിൽ നമ്മൾ ജീവിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ആക്കട്ടെ. അപ്പൊ സ്വലാത്ത് വാർഷികമാണ്. സ്വലാത്തുകൾ നമ്മൾ എപ്പോഴും ചൊല്ലണം, നല്ലതാണ്. 300 സ്വലാത്ത് ഒരു ദിവസം, ഏറ്റവും ചുരുങ്ങിയത് 300 സ്വലാത്ത് ചൊല്ലണം എന്നാണ് മഹാന്മാർ പറഞ്ഞത്. 300 സ്വലാത്ത് ചൊല്ലിയാലാണ് മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലി എന്ന് പറയാൻ പറ്റുള്ളൂ. 300 സ്വലാത്ത് ചൊല്ലിയാലാണ് ഒരു ദിവസം 300 സ്വലാത്ത് ചൊല്ലി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങള് അൽഹംദുലില്ലാഹ് എല്ലാവരും നാളെ മുതൽ 300 സ്വലാത്ത് ചൊല്ലണം. 300 സ്വലാത്ത് അല്ലാന് ഒരു 10-15 മിനിറ്റ് ആവശ്യമുള്ളൂ. ചെറിയ സ്വലാത്ത് ചൊല്ലിയാൽ മതി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. എല്ലാവരും ചൊല്ലിക്കാണി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഈ സ്വലാത്ത് രാവിലെ ഒരു 50 വട്ടം ചൊല്ലുക, അത്രേ ഉള്ളൂ. ഒരു ഉച്ചയാകുമ്പോൾ ഒരു 50 വട്ടം ചൊല്ലുക. ഇനി ബൈക്കുമ്മ പോണ ആളുകളാണെങ്കിൽ ഒരു ദിവസം നമ്മൾ എണ്ണം പിടിക്കുക. ഇവിടുന്ന് ഫറൂഖിലെത്തുമ്പോ നമ്മൾ എത്ര സ്വലാത്തില്ല. അപ്പൊ അൽഹംദുലില്ലാഹ് നമ്മൾ അങ്ങനെ ബൈക്കുമ്മ പോകുമ്പോ ഞങ്ങൾ എണ്ണാൻ നിൽക്കൊന്നും വേണ്ട. കാരണം മറ്റേ ക്യാമറ വന്നതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എണ്ണാൻ നിൽക്കണ്ട. അങ്ങനെ എണ്ണിയാ പിന്നെ പൈസ വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം നമ്മൾ കാറിൽ പോകുമ്പോൾ, ഏതെങ്കിലും നമ്മളെ ചങ്ങായിമാരെ കാറ് പോകുമ്പോൾ മുണ്ടാതെ സ്വലാത്തില്ല. ഫറൂഖ് വരെ എത്തുമ്പോഴത്തേന് എത്ര സ്വലാത്തെല്ലാം പറ്റില്ല. അപ്പൊ നമുക്ക് എണ്ണം കിട്ടിയാലോ. അപ്പൊ നമ്മൾ ഫറൂഖിൽ നമുക്ക് ജോലി വെച്ചെങ്കിൽ ആ ബൈക്കിൽ പോകുമ്പോൾ ഒരു പണിയില്ലല്ലോ. നമുക്ക് ബൈക്കുമ്പോ പോകുമ്പോ ഒരു പണിയില്ല, വെറുതെ അങ്ങനെ പോവാണ്. ആ പോകുമ്പോ അങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ട് അങ്ങനെ പോവാം. അപ്പൊ ഫറൂഖ് എത്തുമ്പോഴത്തേന് 100 സ്വലാത്ത് റെഡി. 100 സ്വലാത്ത് ഇങ്ങോട്ട് പോരുമ്പോഴോ പരീക്ക് പോരുമ്പോഴും ചെല്ലാലോ 200. പിന്നെ 100 സ്വലാത്തുള്ളത്. ആ 100 സ്വലാത്ത് നമ്മൾ ആ നിസ്കാരം ലോർക്ക് അസർക്കോ പോകുമ്പോ കുറച്ച് ചെല്ലിയാല് 300. അപ്പൊ ഞമ്മക്ക് പറയാം, അൽഹംദുലില്ലാഹ് ഞാൻ ഒരു മാസം തന്നെ നിങ്ങൾ എഴുതി വെക്കുക. ഒരു ഡയറി എടുത്തിട്ട് ആ ഡയറിയിൽ എഴുതാ, ഇന്നിപ്പോ വെള്ളിയാഴ്ച 300 സ്വലാത്ത്. ഇനി നമ്മള് ശനിയാഴ്ച 400 സ്വലാത്തില്ല, 400 സ്വലാത്തില്ലേന്ന് എഴുതുക. അങ്ങനെ ഒരു മാസം ആവുമ്പോൾ നിങ്ങൾ ഇത് മൊത്തം ഒന്ന് കണക്കൂട്ടി വെക്കണി. നമ്മള് പീടിയിലെ കണക്കൊക്കെ നമ്മള് കൂട്ടുണ്ടല്ലോ, വരവും ചെലവൊക്കെ. എന്ന മാതിരി നമ്മൾ കണക്ക് കൂട്ടി വെക്കുമ്പോ അൽഹംദുലില്ലാഹ് ഞമ്മക്ക് സന്തോഷിക്കാം. അൽഹംദുലില്ലാഹ് ഞാൻ ഇത്ര സ്വലാത്ത് ഈ മാസം ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ ഒരു സമാധാനം മതി. ഇതേ മോഡൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ദിവസം നമ്മൾ ചെലവാകണ പൈസ എഴുതി വെക്കണം. ഒരു ദിവസം ചെലവാണ് മീൻ വാങ്ങിയാലും പച്ചക്കറി വാങ്ങിയാലും ഒക്കെ എഴുതി വെക്കുക ഡയറിയിൽ. അങ്ങനെ ഒരു മാസത്തിൽ കണക്കൂട്ടി നോക്കുമ്പോൾ പടച്ചോനെ വരവിനേക്കാൾ കൂടുതൽ ചെലവുണ്ട്. എവിടെയപ്പോ വന്ന ചെലവ് അത് ചുരുക്കാൻ വേണ്ടി നമ്മൾ ശ്രമം നടത്തണം. അപ്പൊ നമ്മുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞമ്മക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. എന്നാ കടല്ലാതെ മരിക്കുക, ആക്കിബത്ത് നന്നായി മരിക്കുക, ഒരു പ്രയാസങ്ങളും ഉണ്ടാവില്ല. പിന്നെ ഫിത്തനയും ഫസാദും ഉണ്ടാക്കാതിരിക്കുക. ആരെപ്പറ്റി ഒന്നും പറയണ്ട അല്ലേ. ചിലപ്പോ നമ്മള് അങ്ങനെ പറയൊന്നുമില്ല. നമ്മള് ചില ആളുകള് മേമാക്കാനെ പറ്റി എനിക്കറിയാം, മേമാക്കെ അത്രേ പറഞ്ഞോളൂ, പിന്നെ ബാക്കിയൊന്നും പറഞ്ഞില്ല. മേമാക്ക് ആ തങ്ങളെങ്ങനെയുണ്ട്, തങ്ങളെ കാര്യം അത്രേ പറഞ്ഞോളൂ. എന്താ കാര്യം ഒന്നും പറഞ്ഞില്ല. അതെന്നെ പ്രശ്നം. അങ്ങനെ അവിടെ പറഞ്ഞു നിർത്തി. അങ്ങനെ ഓരോരുത്തർ ആചേര് ചോദിച്ചാൻ കൊണ്ടൊരാളാ, അവൻ കഴിഞ്ഞു. പിന്നെ ആരെ പറ്റിയാ പിന്നെ നല്ല ഇജ്ജ എങ്ങനെയുണ്ട്, ഞാൻ വളരെ സാറാ, ഇത്രേ പറയുള്ളൂ. ഇത് 5 വക്ത് പള്ളിയൊക്കെ നിസ്കരിച്ചാൻ വരുന്ന ആളുകൾ പറയണ പോലാണ്.
5 വക്ത് പള്ളിയിലേക്ക് നിസ്കരിച്ചാൻ വരുന്ന ആളുകളോട് ഒരാളെ പറ്റി അഭിപ്രായം ചോദിച്ചാൽ ഓൻ പറയണ പോലെ ചില നാട്ടിലൊക്കെ എല്ലാ മൂലയരും പിരിച്ചുവിടല് 5 വക്ത് പള്ളിക്ക് വരുന്ന ആളാണ്. മദ്രസയിലെ മൂലയര് പിരിച്ചുവിടല് എന്ത് ചെയ്യും? എന്നും രാവിലെ ചായ കൊടുക്കണ കാക്കയാണ്. കാരണം അയാൾക്ക് അറിയാം അയാളെ പിരിച്ചുവിടല്. അപ്പൊ അയാളെ പറ്റി എന്തേക്കാരെ പറയാ ഈ മൂലയര് അല്ലേ? നാളൊരു സ്ഥലത്ത് ജനറൽ ബോഡിക്ക് എന്നാ. അപ്പൊ അയാൾ വരി ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അയാൾ പറയാം, ഉസ്താദെ 9 കൊല്ലായി നമ്മളെ നാട്ടിൽ ദിവസം തുടങ്ങിയിട്ട് 8 കൊല്ലത്തിൽ മൂലയരെ പിരിച്ചുവിട്ട ഞാനാണ്. ഞാൻ പറഞ്ഞ അൽഹംദുലില്ലാ, നല്ലൊരു സ്വലിയ ഒരു അമലുകൾ ചെയ്തു തന്നെയാണത്. അങ്ങനെ ഇവിടെ ആരെങ്കിലും ഉണ്ട്? അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. ഒരു 2 ആൾ ഇവിടെ ഉണ്ടാവും. അങ്ങനത്തെ 2 ആളുകൾ എല്ലാവരും നാട്ടിലുണ്ടാവും. ഓലാണ് നാട്ടില്. വേറൊരു മൂലയപ്പടുത്ത് എന്നോട് പറഞ്ഞു, ആ മൂലയർ ആ നാട്ടിൽ ചെന്ന് ഫസ്റ്റ് ചാർജ് എടുത്തപ്പോ ഒരാൾ വന്നിട്ട് പറയാണ്, പിന്നെ ഇന്നാളെ ശ്രദ്ധിക്കണം, ഇന്നാളെ ശ്രദ്ധിക്കണം, ഇന്നാളെ ശ്രദ്ധിക്കണം. 3 ആളെ പറഞ്ഞു കൊടുത്തു, ഇബലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഈ മൂലയർ ഇബലെങ്ങനെ ശ്രദ്ധിച്ചു പോവാണ് മാക്സിമം. നോക്കുമ്പം പിത്തനെ മുഴുവണ്ടാക്കണ ആരാണ്? ഈ 3 ആളുകളല്ല, ഈ പറഞ്ഞെന്തെങ്ക ഇയാളിനോട് പറയാ, ഉസ്താദ് 2 കൊല്ലായി ഞാൻ ഇവിടെ നിന്നിട്ട് എനിക്ക് ഈ പിത്തനെ മുഴുവണ്ടാക്കണ ഈ 3 ആളുകളെ ശ്രദ്ധിക്കണം എന്നാണ്. ആ ആളുകൾ ഒരു കുഴപ്പമില്ല, നല്ല മനുഷ്യന്മാരാണ്. ഇന്ന് വരെ ഓലിന്റെ റൂമിക്ക് വന്നിട്ടില്ല. പക്ഷെ എപ്പോഴും റൂമിക്ക് വരുന്നുണ്ട് അയാളാണ് എല്ലാ പിത്തന്റെ ആള് കേട്ടോ. അതിപ്പോ നിങ്ങളെ പറ്റി പറയുമെന്ന് ചോദിച്ചോ കാണി. അടുത്തൊക്കെ നോക്കണ്ട, നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. അത് അടുത്തുള്ളവനെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പറ്റി എങ്ങനെ പറയാ? അതുകൊണ്ട് ഒന്നും അറിയില്ല ഉണ്ടാകൂത്തരുക. ലിസാനുൽ ഖൽഖി അഖ്ലാമുൽ ഹഖ്. മനുഷ്യരുടെ നാവ് എന്ന് പറഞ്ഞാൽ അത് സത്യത്തിന്റെ പേനകളാണ്. മനുഷ്യരുടെ നാവ് എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ പേനകളാണ്. നമ്മളെപ്പറ്റി നല്ല അഭിപ്രായം പറയാം. അപ്പൊ അതുകൊണ്ട് നല്ലവരായി ജീവിക്കുക, സ്വലാത്ത് മാക്സിമം ചൊല്ലുക, 5 വക്ത് നിസ്കാരം നിസ്കരിക്കുക. അള്ളാഹു നമുക്ക് അതിനെ തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹ് നമ്മളെ ഈ കുട്ടികളെ പരിപാടിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതിനൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിയുന്നവരെ സഹകരിച്ചു കൊടുക്കുക.